ഇതുപോലെയുള്ള പരിപാടികളൊന്നും നടത്താൻ പറ്റാത്തൊരു അങ്ങനെ എല്ലാവരും കടന്നു ചെല്ലാത്തൊരു സ്ഥലമായിട്ടാണ് പൊതുവേ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. പരിശുദ്ധമാക്കപ്പെട്ട ഈ ഒരു റംസാൻ കാലത്ത് വിവിധങ്ങളായ രീതികളിൽ വിവിധങ്ങളായ തരത്തിൽ നോമ്പുതുറകൾ സംഘടിപ്പിക്കാറുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ ഒരു നോമ്പുതുറക്കാണ് ഇന്ന് ഇവിടെ സാക്ഷിയായിക്കൊണ്ടിരിക്കുന്നത്. പെരിന്തൽമണ്ണ നഗരസഭയുടെ മാലിന്യ പ്ലാന്റിൽ വെച്ചാണ് ഇന്ന് നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. വളരെ വ്യത്യസ്തമായ ഒരു നോമ്പുതുറ തന്നെയാണ്. മാലിന്യ സംസ്കരണ പ്ലാന്റിലും ഭക്ഷണങ്ങൾ വിളമ്പി നൽകാമെന്ന് തെളിയിക്കുകയാണ് പെരിന്തൽമണ്ണ നഗരസഭ. ഇക്കാലയളവിനുള്ളിൽ ഒരുപാട് മികച്ച പ്രവർത്തനങ്ങളിലൂടെ സംസ്ഥാനതല അംഗീകാരങ്ങൾ നേടിയെടുത്ത പെരിന്തൽമണ്ണ നഗരസഭ ഹരിതകർമ്മ സേനയുടെ നേതൃത്വത്തിലാണ് ഇത്തരം വ്യത്യസ്തമായ ഒരു നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. മുനിസിപ്പാലിറ്റി ജീവനക്കാരും കൗൺസിലർമാരും ഹരിതകർമ്മ സേന ടീമംഗങ്ങളും ക്ഷണിക്കപ്പെടുന്ന അതിഥികളുമാണ് ഈ ഒരു വ്യത്യസ്തമായ നോമ്പുതുറയിൽ സംബന്ധിക്കുന്നത്. മാലിന്യ സംസ്കരണ പ്ലാന്റിൽ ഒരു ഇഫ്താർ ആഘോഷം കേൾക്കുമ്പോൾ നീരസമോ അത്ഭുതമോ എല്ലാം തോന്നാം. എന്നാൽ ഈ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചത് മറ്റെവിടെയുമല്ല, കേരളത്തിന് തന്നെ മാതൃക തീർത്ത പെരിന്തൽമണ്ണ നഗരസഭയുടെ ഖരമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ്. ഹരിതകർമ്മസേനയാണ് ഇത്തരത്തിൽ ഒരു ഇഫ്താർ സംഗമം ഒരുക്കിയത്. വിഭവസമൃദ്ധമായ ഭക്ഷണവും പലഹാരങ്ങളും മധുരപാനീയങ്ങളുമെല്ലാമായി ആഘോഷപൂർണമായ ഒരു ഇഫ്താറിനു തന്നെയായിരുന്നു മാലിന്യ സംസ്കരണ പ്ലാന്റ് സാക്ഷ്യം വഹിച്ചത്. പ്ലാന്റും പരിസരവും വിവിധ വർണ്ണങ്ങളിലുള്ള ലൈറ്റുകളാൽ അലങ്കരിച്ച് മനോഹരമാക്കിയിരുന്നു. ആർക്കും ചിന്തിക്കാൻ പോലും സാധ്യമല്ലാതിരുന്ന ഒരു കാര്യമാണ് പെരിന്തൽമണ്ണയിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചത്. പെരിന്തൽമണ്ണ നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ മികവ് കൂടി ഇതിലൂടെ ബോധ്യമാകും. ഈ ഇഫ്താർ സംഗമത്തിന് പ്രത്യേകതകളേറെയാണെന്ന് ചെയർമാൻ പി ഷാജി പറഞ്ഞു. നമ്മളെ പെരിന്തൽമണ്ണ നഗരസഭയിലെ ഹരിതകർമ്മ സേനയുടെ ഇഫ്താർ വിരുന്നാണ്. ഇതിന് ഏറെ പ്രത്യേകത ഉണ്ട്. ഒന്ന്, ഹരിതകർമ്മ സേന ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാർ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ ക്ഷണിച്ചുകൊണ്ട് അവർ ഇഫ്താർ ഒരുക്കാൻ പ്രാപ്തമായി എന്നുള്ളതാണ് ഒരു പ്രത്യേകത. മറ്റൊന്ന്, നമ്മുടെ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ വെച്ചിട്ടാണ് ഈ ഇഫ്താർ വിരുന്ന് എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. നമ്മൾ എല്ലാവരും മാലിന്യ സംസ്കരണ പ്ലാന്റിനെ കുറിച്ചൊക്കെ പൊതുവെ നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ളത് അവിടെ വെച്ചിട്ട് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇതുപോലെയുള്ള പരിപാടികളൊന്നും നടത്താൻ പറ്റാത്തൊരു അങ്ങനെ എല്ലാവരും കടന്നു ചെല്ലാത്തൊരു സ്ഥലമായിട്ടാണ് പൊതുവേ ധരിച്ചു വെച്ചിട്ടുള്ളത്. എന്നാൽ പെരിന്തൽമണ്ണ നഗരസഭയിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ വെച്ച് തന്നെ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത്. ഇവിടെ വെച്ച് നടക്കുന്ന ആദ്യത്തെ ഭക്ഷണം കൊടുത്തുകൊണ്ടുള്ള പരിപാടിയല്ല ഇത്. നിരവധി പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. നഗരസഭയിലെ മുഴുവൻ കൗൺസിലർമാരെയും ഉദ്യോഗസ്ഥന്മാരുമെല്ലാം ഉൾപ്പെടുത്തിയാണ് ഇഫ്താർ സംഗമം നടത്തിയത്. മുൻപും നിരവധി പരിപാടികൾ മാലിന്യ സംസ്കരണ പ്ലാന്റിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. വരും കാലങ്ങളിൽ പ്ലാന്റിന് സമീപത്തായി ഒരു ഓപ്പൺ ഓഡിറ്റോറിയം യാഥാർത്ഥ്യമാക്കാനുള്ള ഒരുക്കത്തിലാണ് പെരിന്തൽമണ്ണ നഗരസഭ. ഈ ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നത് നമ്മളെ പ്ലാന്റിൽ തന്നെ നമ്മൾ പ്രത്യേകം സജ്ജീകരിച്ച് ഇത്തവണ തയ്യാറാക്കി സജ്ജീകരിച്ചു കൊണ്ടിരിക്കുന്ന ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ. അതിൻ്റെ വർക്ക് പൂർത്തിയായാൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ചെറിയ ചെറിയ ഫംഗ്ഷനുകൾ, ചെറിയ പരിപാടികളൊക്കെ പുറത്തുനിന്നുള്ള ആളുകൾക്ക് കൂടി പിന്നെ ഈ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്താൻ പറ്റാവുന്ന സ്ഥിതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. കണ്ടാൽ തന്നെ അറിയാം അതിൻ്റെ പശ്ചാത്തലം കാര്യങ്ങളൊക്കെ. ചെറിയ പരിപാടികൾ ഒക്കെ ഇവിടെ വെച്ച് നടത്താൻ പറ്റും. അങ്ങനെ വലിയൊരു പരിപാടി വിഭാവനം ചെയ്യുന്ന ഒരു പ്ലാന്റാണ് നമ്മുടേത്. അതിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുകയാണ്, സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ പ്ലാന്റൊക്കെ വിസിറ്റ് ചെയ്യുക. എങ്ങനെയാണ് പെരിന്തൽമണ്ണ നഗരസഭ മാലിന്യ സംസ്കരണം ശാസ്ത്രീയമായി നടത്തുന്നത് എന്നുള്ളത് കാണുന്നതിനുള്ള ഒരു അവസരം കൂടി ഒരുക്കുക. മാലിന്യമുക്ത നഗരസഭയാകുന്നതിനായി പെരിന്തൽമണ്ണ നഗരസഭ നടപ്പിലാക്കുന്ന ഓരോ പ്രവർത്തനങ്ങളും തികച്ചും മാതൃകാപരം തന്നെയാണ്. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.